ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് ലക്ഷ്മണൻ്റെ പുറപ്പാട് മുതലാണ്. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ, കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വണ്ണം, വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു. ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും, പങ്കജ ഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും, മാനുഷവേഷം ധരിച്ചു പരാവരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ, നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കോദ്യത രാമനായി മനുഷ്യ വ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനിയും സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധിയെ തത്തക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരം. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ, വിജ്ഞാനമൂർത്തിയം സാക്ഷി സുഖാത്മകൻ, വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ, കാമാദികളാൽ വിലിപ്തനവ്യയൻ, വ്യോമവ വ്യാപ്തനനന്ദനനാമയൻ, ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യപ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ, കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു. ലക്ഷ്മണന്യം ചെറുഞാണൊലിയിട്ടതു മർക്കടവന്മാരെ അവനെ കണ്ടു പേടിച്ചു. ചക്രു കില്ലു കില ശബ്ദം പരവശവപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങന്ത്രുതം മർക്കട കൂട്ടത്തെയൊക്കെ എടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുതജ്ഞായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചതു വല്ലൂകവൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തക്ഷണം അങ്കദനൂടി വന്നിടിനാൻ.
ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിന ഗച്ഛവത്സം തമ്പിദ്രവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥം വിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണം അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനം തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപ്പേയ ഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം സന്തസ്ത്രനായ സുഗ്രീവനതു കേട്ടു മന്ത്രി പ്രവരന മാരുതി തന്നോടും ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോട് കൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോടാർക്കാത്മജൻ പറഞ്ഞിടിന താരാദിവാനേന പോകണമാശു നീ താരേ മനോഹരെ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നിയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്തകുല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ ഇന്ദുപുറഭാഗ്യ നിന്നരുള്ളുവാൻ അന്തപുരത്തിലാമാറെഴുന്നള്ളണ രാജതാരങ്ങളെയും നഗരാഭയം രാജാവു സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദൃഢം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാച്ചു സൗമിത്രിയോടു മന്ദമന്ദം നടന്നിതും യൂതപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി താരാജകൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറും ജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലം ആശുഭവൽ കൃപയ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധി ഭക്തപരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടതു 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതും കാൺകി വീടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം പുത്രകളത്രമിത്രാനിധനാകിയ ഭൃത്യനാ സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്നിച്ചു കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപംവിത്രസ്തനായ സുഗ്രീവന് സത്വരമുത്താനവും ചെയ്തു വന്നിച്ചു മത്തനായി വിഹ്വലി ദക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീരഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ പൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ അഗ്രജമാർഗം ഗമിക്കയാൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്രമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമ്മനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരം രാമക
കാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമമ്മാറും കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനര വീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും അമയമെന്നിയേ വാനര നായകൻ മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഘ്യപാദ്യാദേന പൂജ ചെയ്ത ഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യനാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ഫല സേവാർത്ഥമോർക്ക് സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പി അഴിഞ്ഞവനോട് ചൊല്ലിടിനാം ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ നിങ്ക പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനിടോ വൈകാതെ പോകവനത്തിനു നാം ഇനി രാഘവൻ തന്നെ വസിക്കുന്നതും ഇടോ. അടുത്തതായി പാരായണം ചെയ്യുന്നത് സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ എത്തുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേര് വൃന്ദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗധാധൈര്യലം അഞ്ജസ വാനരസേനയോടും തഥാ ചാമരാശേതാപത്ര വ്യജനവാൻ സാമരാസൈന്യനാഖണ്ഡാലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോടു നടന്നു കവിവരൻ ഗഹ്വരാധാരി ശിലാതലെ വാഴുന്ന വിഹുല മാനസൻ ചീരാജിനാധരം ശ്യാമഞ്ജടാമകൂടോ ജലം മാനവൻ രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദന്തം മുത കണ്ടു ദൂരാൽ കബീവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണും പൂരിച്ച ഭക്ത നമസ്കരിച്ചിടിന ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടുകാടമ്പുണർന്നിടിന് സൗഖ്യമല്ലി ഭവാൻ എന്നുര ചെയ്തുടനെ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിന് ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. അടുത്തതായി പാരായണം ചെയ്യുന്നത് സീതാന്വേഷണ അദ്ദേഹത്തെക്കുറിച്ചാണ്. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിന്നൊന്നു തൃക്കൺ പാർത്തരുളേണ മാതര തൃക്കാക്കൾ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരറി കാണായതൊക്കെ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരുദ്വീപശൈല നിവാസിക പർവ്വത തുല്യ ശരീകളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയുടുക്കും ഇവരിനി കേജ ഗജ ബലന്മാരതിയിലുണ്ടു താൻ കേജ ദശ ഗജ ശക്തിയുള്ളവരുണ്ട് കേജ അമിത പരാക്രമമുള്ളവർ കേജ മികേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജ മഹേന്ദ്ര നീലോൽപ്പല രൂപികൾ കേജ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാർ അതാവരെ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്ങൾ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലബലതള പക്വാശനന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ എന്നു നിർണയം ദേവദേവേശാരി ഗോകുല പുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനെല്ലാം കോടി ബല്ലോക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാൻ ഇവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വ പരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗമയൻ ഗവാഷൻ ദീർഘമാലാതി പൂണ്ടവൻ മൈന്ദൻ വിവേദനം കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദി
ശരഭൻ സുഷേണനം ചൂരൻ സുമുഖൻ ദതീമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലിമുഖനും ഗന്ധമാദനം താരൻ വൃഷഭൻ നളൻ വിനതൻ മമാ താരതനയനാമങ്കതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തിന്നവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവ വാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലം നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷനി ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനര വീരരെ നാനാദിശീസകി. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരൻ അയച്ചിതു 4 ദിക്കിങ്കലം 100,000 കവി വീരന്മാർ പോകണം ഓരോ ദിശീപട നായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിൻ അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിനുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെത്തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയ ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു. ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിതു സഖേ രാമനാമാങ്കിതമാങ്കുലീയകം ഭാമിനിക്കുള്ള വികൽപ്പങ്ങളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മാറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ ഒരടയാള വാക്കുമരുൾ ചെയ്ത് മന്നവൻ പോയാലും എന്നയച്ചിടിനാൽ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര ഭദ്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോപരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധൃതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചര വീരനും കണ്ടു വേഗത്തോടടുത്താരിതോ ദശ കണ്ടനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണം ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിന ഭക്തി മുഖനല്ലിവനെന്നു മനസ്സെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അടുത്തതായി പാരായണം ചെയ്യുന്നത് സ്വയംപ്രഭാഗതിയെക്കുറിച്ചാണ്. അന്ധകാരാരണ്യമാശുഭു കീഴിനാർ അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹുരം തത്ര കാണായി വിധിവശ വല്ലി തൃണഗണഛന്നമായൊന്നതിൽ ഇല്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർദ്ധദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ച നല്ല ജലമതിയിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാനിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുല ഖിന്നതയോടും നടന്നു പോയി ചെന്നാർ. അതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാർ അതീതന്യദേശസ്ഥലം സ്വർണ്ണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാവികളുണ്ടു മണിമയ വാരിയാൽ
ആ പൂർണ്ണകളായ ദീപവിശദമായി പക്വബലങ്ങളാൽ നമ്മറങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപ്പദ്രുമ തുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യനാസഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടോ പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനാവിഷ്ടരെ ചിത്രാകൃതി പൂണ്ട് കണ്ടൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാപകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തക്ഷിണി സന്തോഷപൂർണ്ണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിന നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാം വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തര കോസലത്തിങ്കലയോധ്യയെന്ന് ഉത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്രൈവ വാണോ ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമന്നിതു 4 പേർ നാരായണൻ സമൻ ജ്യേഷ്ഠനവർകളെ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിന സ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകൂ മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തതോ തമ്മിലന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിന ശ്രീരാമനും അത് പ്രത്യുപകാരമായി ആരാനു സീതയെ കണ്ടുവരികെന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണാദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കപീവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പറഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം ബുക്കിതറിയാതെ ദൈവവശാലി വീടി പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതോ മറിഞ്ഞില്ല നേരെയരു ചെയ്യുക വേണമതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിന പക്വബല മൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരാൻ ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലബലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിന വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിന മുഗ്ധേന്ദുശേഖരൻ തന്നെയതു മൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തത്സകീനാനിഹ നാംന സ്വയം പ്രഭ സന്തതമോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപര ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും നിർമ്മലാഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടം ദശരഥ പുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപീനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടം ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളു മതി ക്രൂരനായിടം ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാമന്ദിരെ സൽക്കരി
ഭജിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപ്രദം യോഗഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് സ്വയംപ്രഭ സ്തുതിയെക്കുറിച്ചാണ്. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവസേവിതനാകിയ ലക്ഷ്മീശനെ കണ്ട് വൃത്തവ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം ദാസീതമാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനി വീടിനാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനെ ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ബലീതം രഘുപദേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷു വിസന്തമലക്ഷ്യം ആദ്യന്തഹീനം പരം. മായായവനിക ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹം അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമരോഗമത്തിക്കയ ഭൂമിയിൽ വന്നവ തീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയെ കശ്ചി പുരുഷനറിയും സുഹൃതിന രൂപം തവേദം സദാ ബാധു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം ജന്മമരണഭീതനാമദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷ രാമരാമേതി ജപിക്കയിൽ എന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മഗംഗാമരൂപിണം ഈശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷംബരം. നിന്നെ നിനക്കൊഴിനാർക്കറിഞ്ഞിടാവും മർത്യവിഡംബനം ദേവതേ ജ്യേഷ്ഠിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതം. ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്ന ചിന്മയനായ ഭവാനി ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമാലാത്മാവാം ഭവാൻ നവസ്ഥാന്തരെ. ദേവതേര്യം മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതെന്നിൻ മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭവം. മേദിനി ധന്യ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തുൽക്കഥാപീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നതു ഭുവി കോസലഭൂപൈ. തന്നെ ഘോരതപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതും കൗസല്യ പാഠ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ. സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവ മർത്യനായി വന്നു പിറന്നിതു നിർണയം. പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ
കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടും ദേവകളെ പരിപാലിച്ചു കൊള്ളുക എന്നു ചൊല്ലുന്നതു ദിവ്യമുനി ജനമൊന്നും തിരിച്ചറിയാവതുമല്ലവേ. യാതൊരുത്തൻ കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം പവർണവത്തെ കടന്നിടുവാൻ കാണാമവനു നിൻ പാദപങ്കേരം തൊന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തിന് എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനോർദ്ധനം രാമം സഹോദരം സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലസേവിതം അഗ്രീഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളാവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയായ യോഗിനിയോടരുളേ ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൽ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ. എത്ര കുത്രാപി വസിക്കലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേരിമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാനിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനദ്ധരം. ചാരുമകൂട കടക കടി സൂത്രഹാര മകരമണിമയ കുണ്ടല നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വനം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടും ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ. ദേവി ദീ പോക ബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേവരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരം ജനന മരണ ദുഃഖങ്ങളും. സുത്താരഗോത്തമ വാക്യാമൃതം മുദാഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. ഇതോടുകൂടി ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.